കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞ് ഇവർക്ക് ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ, മൈനർ ആണല്ലോ. അപ്പൊ ഇൻഷുറൻസ് കിട്ടി കഴിഞ്ഞാൽ ആ പൈസ ടീച്ചർക്ക് തന്നെ തിരിച്ചു വേണമെന്നാണ് ടീച്ചർ ആവശ്യപ്പെടുന്നത്. സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഇടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് പരാതി. വിദ്യാർത്ഥിനിയുടെ കാലിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത്. അതായത് ഈ സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള ബീഗം എന്ന ടീച്ചറുടെ കാറിടിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മിർഷയ്ക്ക് പരിക്കേൽക്കുന്നു. ഈ കുട്ടിയുടെ കാലിന് പലയിടങ്ങളിലായിട്ട് പൊട്ടലുണ്ട്, 3 ഇടങ്ങളിലായിട്ട് കമ്പി ഇട്ടിരിക്കുകയാണ് ഈ കാലിൽ. പക്ഷേ ഈ അപകടം നടന്നതിന് ശേഷം വിദ്യാർത്ഥിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിലടക്കം കാലതാമസം ഉണ്ടായി എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതുപോലെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവും സ്കൂളിന്റെ മതിലിടിഞ്ഞ് വീണാണ് അപകടമുണ്ടായത്, അല്ലാതെ അധ്യാപികയുടെ കാർ തട്ടിയതാണെന്ന് പറയരുതെന്ന് വിദ്യാർത്ഥിയോട് പറഞ്ഞു എന്നും പറയുന്നു. നിന്ന് സംസാരിക്കാനോ പെട്ടെന്ന് അതിന് വന്നോളെ വണ്ടി കൊണ്ടുപോയത്. നമുക്ക് എന്താ ഒന്ന് കണ്ണടച്ച് ഓർക്കുമ്പോൾ മുമ്പ് ഓളോളെ വണ്ടി കൊണ്ടുപോയി. നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളപ്പോൾ ഷോക്കായി നിൽക്കുന്ന സമയമല്ലേ. പിന്നെ എല്ലാവരും പാടി വന്നുകാണ്ട് ഓളെ എടുത്ത് കൊണ്ടുപോയി അവിടെ ബെഞ്ചുമ്മ കടത്തി. പിന്നെ ആംബുലൻസ് വരാൻ കുറച്ച് നേരം വൈകിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ സഹകരണ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി ആക്കിയപ്പോൾ അവിടെ പറഞ്ഞത് കാലുമക്ക് മതിൽ വീണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവര് അത് വലിയ ഇതാക്കിയിട്ടില്ല, പിന്നെ എന്നെ പറയാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ യൂണിഫോം ഇട്ടുകാണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കരുത് പറഞ്ഞാണ്ട് എന്നെ ഹോസ്പിറ്റലിൻ്റെ പുറത്തേ, അതായത് ആ വാർഡിൽ നിൽക്കരുത് പറഞ്ഞാണ്ട് പുറത്ത് നിർത്തിക്കാനും. അവിടെ ടീച്ചറിന്റെ ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദറിനെ വെച്ചോല് കഴിച്ചതാണ്. ഈ വണ്ടി ഇടിച്ച ബീഗം ടീച്ചറിന്റെ ബ്രദർ അവിടെ ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ കേസായി പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് ഇവള് മൈനറും ആണല്ലോ, ആ പ്രശ്നം വരുന്ന എഴുതിയിട്ട് ഇവള് അവിടെ ടീച്ചേഴ്സ് കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവള് കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉള്ള ഇവളെ ഏത് നിയമത്തിലാണുള്ളത്, ഹോസ്പിറ്റലിൽ യൂണിഫോം ഇട്ട് നിൽക്കാൻ പറ്റൂല എന്ന്, പോലീസ് സ്റ്റേഷനിൽ ഗേൾസിന് നിൽക്കാൻ പറ്റൂല എന്നറിയാം, 6 മണിക്ക് ശേഷം. ഓക്കെ, ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റൂല, നീ എവിടെ പറയണത്? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെ അവിടുന്ന് പറഞ്ഞേക്ക് അവർ ചെയ്തത്. കേസെടുക്കരുതെന്ന് ഇവർ ആവശ്യപ്പെട്ടായിരുന്നു. ആദ്യം കേസ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാണ്ട് ഞങ്ങളൊക്കെ ചെയ്യാം, എല്ലാം നോക്കാം, കേസ് കൊടുക്കരുത് പറഞ്ഞാണ്ട് ഒപ്പിട്ടാൻ പറഞ്ഞു. പക്ഷെ ഇവരത് ഒപ്പിട്ടിട്ടില്ല. എന്നിട്ട് അതുപോലെ ടീച്ചർ ഇവർക്കുള്ള കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കാൻ പറഞ്ഞു. കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞ് ഇവർക്ക് ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ, മൈനർ ആണല്ലോ. അപ്പൊ ഇൻഷുറൻസ് കിട്ടി കഴിഞ്ഞാൽ ആ പൈസ ടീച്ചർക്ക് തന്നെ തിരിച്ചു വേണമെന്നാണ് ടീച്ചർ ആവശ്യപ്പെടുന്നത്. ലാസ്റ്റിക്കാണ് അവരത് പറഞ്ഞത്. ഫസ്റ്റ് ഒന്നും പറയാനില്ല. ഫസ്റ്റ് അവർ പറഞ്ഞു ഫുള്ള് പൈസ കൊടുക്കാന്ന്. കാരണം അവർ വിചാരിച്ച് 2 പൊട്ടുള്ളൂ, അതിന് പ്ലേറ്റ് ഇടാം, ജസ്റ്റ് അത്രക്ക് ആവില്ല എന്ന് അവർ വിചാരിച്ചത്. പിന്നെ അത് KPM എത്തിയപ്പോഴാണ് അത് നരമ്പിനൊക്കെ ക്ഷത ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, കാലിന്റെ